ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലേക്ക് രാജ്യം കടന്നിരിക്കെ ബി.ജെ.പി. പുറത്തുവിട്ട സ്ഥാനാർത്ഥികളുടെ 6 പട്ടികയിൽ 100ഓളം സിറ്റിംഗ് എംപിമാരാണ് പുറന്തള്ളപ്പെട്ടത്. ആകെ 400 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ 6 പട്ടിക പുറത്തു വന്നപ്പോഴേക്കും ഇതിൽ നിന്ന് 4 വരുന്ന സിറ്റിംഗ് എംപിമാരാണ് ഒഴിവാക്കപ്പെട്ടത്. 2019 സമാനമായ നിലയിൽ 99 സിറ്റിംഗ് എംപിമാരെ ബി.ജെ.പി. ഒഴിവാക്കിയിരുന്നു. അന്ന് 437 സീറ്റിലാണ് ബി.ജെ.പി. മത്സരിച്ചത്. NDA ഘടകകക്ഷികളാണ് മറ്റിടങ്ങളിൽ ബി.ജെ.പിയുടെ പിന്തുണയോടെ മത്സരിച്ചത്. ഇക്കുറി 405 സീറ്റുകളിലേക്കാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയും നിരവധി സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുമുണ്ട്. 400ലേറെ സീറ്റുമായി അധികാരത്തിലേറുകയെന്ന ലക്ഷ്യമാണ് ഇവർക്ക് മുന്നിലുള്ളത്. അതിനാൽ തന്നെ ഇക്കുറി സീറ്റ് നിഷേധിക്കപ്പെടുന്നവരുടെ എണ്ണം മുൻപത്തേതിലും കൂടുമെന്നാണ് വിലയിരുത്തൽ. എംപിമാർക്കെതിരെ പ്രാദേശിക തലത്തിലുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടിംഗിൽ പ്രതിഫലിക്കാതിരിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് ബി.ജെ.പിയുടെ ഈ തന്ത്രം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും താമര ചിഹ്നത്തെയും മുൻനിർത്തിയാണ് ഇക്കുറിയും ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. അതിനാൽ തന്നെ സിറ്റിംഗ് എംപിമാർക്ക് തങ്ങളുടെ സീറ്റ് നഷ്ടപ്പെട്ടതിനെ ചൊല്ലി കലാപമുയർത്താനുള്ള യാതൊരു സാഹചര്യവും പാർട്ടിക്കുള്ളിലില്ല. ആരെയും എപ്പോഴും മാറ്റാവുന്നതേ ഉള്ളൂ എന്ന ബോധം ബി.ജെ.പിക്കുള്ളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ജയസാധ്യത മാത്രം മുൻനിർത്തിയാണ് ബി.ജെ.പിയുടെ ഇത്തവണത്തെ മത്സരം. അതാണ് രാജ്യസഭ വഴി കേന്ദ്രമന്ത്രിസഭയിലെത്തിയ ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദർ യാദവ്, രാജീവ് ചന്ദ്രശേഖർ എന്നിവരോട് മത്സരത്തിലിറങ്ങാൻ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2014 മോദി കൊണ്ടുവന്ന ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലെ പ്രധാന മാറ്റങ്ങളിൽ ഒന്നായിരുന്നു ഇത്. അന്ന് അരുൺ ജെയ്റ്റ്ലി എന്ന ദീർഘകാലം ബി.ജെ.പിയുടെ രാജ്യസഭാംഗമായിരുന്ന നേതാവിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹം അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിനോട് തോറ്റു. മറ്റൊന്ന്, മുൻ മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചുള്ള പ്രധാനമന്ത്രിയുടെ നീക്കമാണ്. ശിവരാജ് സിംഗ് ചൗഹാൻ, മനോഹർ ലാൽ ഖട്ടർ എന്നിവരെ മത്സരിപ്പിക്കുന്നത് ബി.ജെ.പിയുടെ മറ്റൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. ഈ ഗണത്തിൽ മൂന്നാമത്തേത് കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയെത്തിയവരെ പരിഗണിച്ച രീതിയാണ്. കുരുക്ഷേത്രയിൽ സ്ഥാനാർത്ഥിയാകുന്ന നവീൻ കുമാർ ജിൻഡൽ, സിർസയിലെ സ്ഥാനാർത്ഥി അശോക് തൻവാർ, പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി, കണ്ണൂരിലെ സ്ഥാനാർത്ഥി സി രഘുനാഥൻ, പിലിഭത്തിൽ മത്സരിക്കുന്ന ജിതിൻ പ്രസാദ, ഗുണയിലെ സ്ഥാനാർത്ഥി ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയ നിരവധി പേരാണ് ഈ കൂട്ടത്തിലുള്ളത്. മുതിർന്ന നേതാവെന്നതോ പാർട്ടിയിലെ സ്ഥാനമോ നോക്കാതെ തന്നെ പലരെയും ഇക്കുറി ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇവരിൽ ജനപിന്തുണ നഷ്ടമായവരും പാർട്ടി നേതൃത്വത്തെ വിമർശിച്ചവരും അടക്കം നിരവധി പേരുണ്ട്. മീനാക്ഷി ലേഖി, രമേശ് ബിദുരി, സദാനന്ദ ഗൗഡ, വരുൺ ഗാന്ധി, പ്രഗ്യാ സിംഗ് താക്കൂർ തുടങ്ങിയവരെല്ലാം ഇക്കൂട്ടത്തിൽ വീണുപോയവരാണ്.